മെട്രോ സ്റ്റേഷന്റെ ഒന്നാം ഗേറ്റിന് സമീപം നിർത്തിയിരുന്ന കാർ പൊട്ടിത്തെറിച്ചെന്ന വിവരമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. തൊട്ടടുത്തുണ്ടായിരുന്ന നാലിലധികം കാറുകൾക്ക് തീപിടിച്ചിട്ടുണ്ട്. വൈകിട്ടോടുകൂടിയാണ് ഇത്തരം ഒരു സംഭവം ഉണ്ടായത് എന്നുള്ളതാണ് ഡൽഹി ഫയർഫോഴ്സ് വ്യക്തമാക്കുന്നത്. നിരവധി ആളുകൾ ഭയചകിതരായി ഓടിയതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള അപകടത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാറുകൾ പൂർണ്ണമായി കത്തിനശിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. ഫയർഫോഴ്സിന്റെ സംവിധാനങ്ങളെല്ലാം എത്തി തന്നെ അവിടെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും ഇവിടെ തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. പക്ഷേ ആ പ്രദേശത്തേക്ക് എത്താൻ കഴിയാത്ത ഒരു സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഡൽഹി റെഡ് ഫോർട്ട്, പ്രത്യേകിച്ച് അവിടെ മാർക്കറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ ഉള്ളതാണ്. അതീവ സുരക്ഷാ മേഖലയാണ്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശൈത്യകാലത്തിന്റെ സമയമായതുകൊണ്ട് തന്നെ നിരവധി ആളുകൾ സാധനങ്ങളും മറ്റും വാങ്ങുന്നതിനായി ഈ മാർക്കറ്റിലേക്കും മറ്റ് സംവിധാനങ്ങളിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്ന സമയം കൂടിയാണ്. ആ സമയത്താണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായിട്ടുള്ള ഇക്കാര്യങ്ങൾ സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഈ വരുന്ന മണിക്കൂറുകൾ മാത്രമേ അറിയാൻ കഴിയുള്ളൂ. ഏതായാലും ഡൽഹി പോലീസിന്റെ സ്പെഷ്യൽ സെല്ല് ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇക്കാര്യങ്ങൾ പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം മാത്രമായിരിക്കും ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ തിക്കിലും തിരക്കിലും പെട്ട ഓടിയതോടെ നിരവധി പേർക്ക് പരിക്കേറ്റു എന്ന വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. കൂടുതൽ മറ്റേതെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തതകൾ വരേണ്ടതാണ്. ഏതായാലും ഗുരുതരമായ ഒരു സാഹചര്യം തന്നെ എന്ന് നമുക്ക് പറയേണ്ടി വരും. പ്രത്യേകിച്ച് ഡൽഹി റെഡ് ഫോർട്ട് എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച പോലെ അതീവ സുരക്ഷാ മേഖല. ഇന്ത്യ ഗേറ്റ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ശക്തമായ സുരക്ഷയുള്ള മേഖലയാണ് റെഡ് ഫോർട്ട്. പ്രത്യേകിച്ച് അവിടെ മറ്റ് നിരീക്ഷണങ്ങൾ, CCTV നിരീക്ഷണങ്ങൾ അടക്കമുള്ള പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് നമുക്ക് ഇനി മനസ്സിലാക്കേണ്ടത്.